ഒരു കാലത്ത് ഒരു കാക്ക അതിന്റെ ജീവിതത്തിൽ അതീവ ദുർഗിതനായിരുന്നു. മറ്റു പക്ഷികളെ നോക്കി അവയ്ക്ക് സന്തോഷവും സ്നേഹവും കൂടുതലാണെന്ന് കാക്ക കരുതി. Once upon a time, a crow was very unhappy with life. It always looked at other birds and thought they were happier, more loved, and luckier than itself. ഒരു ദിവസം ഒരു മരശാഖയിൽ ഇരുന്ന് കാക്ക ആഴമായി ഞെരുക്കം അനുഭവിച്ചു. ആ മർദ്ദിനി ചുവട്ടിൽ ഒരു സന്യാസി സമാധാനത്തോടെ ധ്യാനിച്ചു കൊണ്ടിരുന്നതായിരുന്നു. One day, while sitting on a tree branch, the crow sighed deeply. A wise monk sat under the tree, meditating peacefully, completely unaware of the crow's sorrowful thoughts. ആയപ്പോൾ കാക്കയുടെ കണ്ണിൽ നിന്നുള്ള ഒരു കണ്ണുനീർ തുള്ളി സന്യാസിയുടെ കയ്യിൽ വീണു. അതിൽ ആശ്ചര്യപ്പെട്ടു. സന്യാസി മേലോട്ട് നോക്കി കാക്ക കരയുന്നത് കണ്ടു. Just then, a single tear from the crow's eye fell onto the monk's hand. Surprised, the monk looked up and saw the crow crying in sadness. സന്യാസി അല്പം മൃദുവായി ചോദിച്ചു, എന്താണ് പ്രശ്നം സുഹൃത്തേ? എന്തുകൊണ്ട് നീ ഇത്ര ദുർഖിതനാണ്? നിന്റെ മനസ്സിനുള്ള വേദന എന്നോട് പറയൂ. The monk gently asked, "What is wrong, my friend? Why are you so sad? Tell me what troubles your heart and burdens your soul." കാക്ക ആഴമായി ഉച്ചത്തിൽ പറഞ്ഞു, ഞാൻ വളരെ ദുർഖിതനാണ്. ആരും എന്നെ സ്നേഹിക്കുന്നില്ല. എല്ലാവരും എന്നെ ഓടിച്ചുപോകുന്നു. എല്ലാവരും എന്നെ വെറുക്കുന്നു. The crow sighed and said, "I am miserable. No one loves me. People chase me away, and I am treated with disgust wherever I go." എനിക്ക് സന്തോഷമൊന്നുമില്ല. ആരും എന്നെ ഭക്ഷിപ്പിക്കുന്നില്ല. എല്ലാവരും എന്നെ അവഗണിക്കുന്നു. എന്റെ ജീവിതത്തിന് യാതൊരുവിധ അർത്ഥവും ഇല്ലെന്ന് തോന്നുന്നു. I find no joy in life. No one offers me food. Everyone hates me, and I feel like my life has no meaning or value at all. ഇത് കേട്ട സന്യാസിയുടെ ഹൃദയം കാരുണ്യത്തോടെ നിറഞ്ഞു. അദ്ദേഹം ഭാവുകത്വത്തോടെ പറഞ്ഞു, സുഹൃത്തേ, സന്തോഷം പുറത്തുനിന്നുണ്ടാകുന്ന ഒന്നല്ല, അത് അകത്തുനിന്നാണ് ഉയരുന്നത്. Hearing this, the monk's heart filled with compassion. He smiled softly and said, "My friend, happiness does not come from others. It comes from within." കാക്ക അതിരുകടന്ന് അതെനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. മറ്റു പക്ഷികൾ എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നു. The crow shook its head and said, "No, I don't believe that. I think other birds must be much happier than I am." സന്യാസി കുറച്ച് ആലോചിച്ചു. അവിടെ നിന്നാൽ എങ്ങനെയിരിക്കാൻ ആഗ്രഹിക്കുന്നു? The monk thought for a moment and then said, "If that is what you believe, then tell me, what bird would you like to become?" കാക്കയുടെ കണ്ണുകൾ പ്രതീക്ഷയിൽ തിളങ്ങി. മഹാനേ, ദയവായി എന്നെ ഒരു ഹംസയാക്കി മാറ്റുക. അവ ശുദ്ധവും മനോഹരവുമാണ്. The crow's eyes lit up with hope. "Oh wise one, if you can do me a favor, please make me a swan. They are beautiful, admired, and loved by all." സന്യാസി തലകുനിച്ച്, ശരി, പക്ഷെ ആദ്യം ഒരു ഹംസയോട് പോയി അതിന്റെ സന്തോഷം എന്തായിരിക്കുമെന്ന് ചോദിക്കൂ. ശേഷം എന്നോട് വന്നു പറയൂ. The monk nodded and said, "Very well, but first, go and ask a swan if it is truly happy. Then return and tell me what you discover." ആവേശത്തോടെ കാക്ക ഒരു ഹംസയെ അന്വേഷിച്ചു. അതിന്റെ സമീപത്തുള്ള തടാകത്തിൽ ഒരുത്തൻ മനോഹരമായി ഒഴുകുന്നതായി കണ്ടു. Excited, the crow flew off in search of a swan. Soon, it found one gliding gracefully across a peaceful pond, looking elegant and serene. കാക്ക സമീപമിറങ്ങി, നീ അതിവിശേഷമായി മനോഹരനാണ്. എല്ലാവരും നിന്നെ കാണുമ്പോൾ സ്നേഹിക്കുന്നു. തീർച്ചയായും നീ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷിയല്ലേ? The crow landed nearby and said, "You are so beautiful, white as the purest snow. Everyone admires you. You must be the happiest bird in the world." ഹംസ ആഴമായി ശ്വസിച്ചു. ഇല്ല, സുഹൃത്തേ, ഞാൻ സന്തോഷവാനല്ല. ലോകം നിറഞ്ഞിരിക്കുന്നു മനോഹരമായ നിറങ്ങളാൽ, എന്നാൽ എനിക്കൊന്നുമില്ല. The swan sighed and said, "No, my friend, I am not happy.
The world is full of beautiful colors, but I have none at all. ഞാനൊരു വെളുപ്പാണ്, അതുകൊണ്ട് എല്ലാവരും എന്നെ സാധാരണക്കാരനായി കാണുന്നു. ഒരു കിളിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, കാരണം അതിന് വർണ്ണാഭമായ പെരുമാനമുണ്ട്. I am only white, and people think I am too plain. I believe the parrot must be the happiest bird because it has bright, colorful feathers. ഇത് കേട്ട കാക്ക ഉടൻ കിളിയെ അന്വേഷിച്ചു. ആകസ്മികമായി അത് ഒരു മരത്തിലിരിക്കുന്ന ഒരു വർണ്ണാഭമായ കിളിയെ കണ്ടു. Hearing this, the crow quickly flew away to find a parrot. It spotted one perched on a tree, its feathers shimmering in the golden sunlight. കാക്ക കിളിയോട്, നീ അതിമനോഹരനാണ്. തീർച്ചയായും നീ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷിയാകണം. The crow greeted the parrot and said, "You are so colorful and beautiful. Surely, you must be the happiest bird in the world." കിളി തലകുനിച്ച്, ഇല്ല, സുഹൃത്തേ, ഞാൻ സന്തോഷവാനല്ല. എനിക്ക് വലിയ ഭംഗിയുണ്ടെങ്കിലും മനുഷ്യർ എന്നെ പഞ്ചരത്തിൽ അടച്ചിരിക്കുന്നു. The parrot shook its head sadly and said, "No, my friend, I am not happy. People admire my colors, but they also keep me locked inside a cage." എന്നെ എപ്പോഴും പിടിക്കുമോ എന്ന ഭയം എനിക്കുണ്ട്. എന്റെ അഭിപ്രായത്തിൽ മയിൽ തന്നെ ഏറ്റവും സന്തോഷമുള്ള പക്ഷിയാകണം. I live in fear, always worried that someone will capture me. I think the peacock is the happiest bird because it is even more colorful than I am. കാക്ക ഇത് കേട്ടതോടെ ഒരു മയിലിനെ അന്വേഷിച്ചു. കക്കൂസ് ആകൃതി ഉയരത്തിൽ അത് മൃഗശാലയിൽ പൂട്ടിയിരിക്കുന്ന ഒരു മയിലിനെ കണ്ടു. Curious, the crow set off to find a peacock. After searching for a long time, it finally found one inside a large cage at a zoo. അനവധി ആളുകൾ അതിന്റെ ഭംഗി നോക്കി അതിമനോഹരമായ ഫോട്ടോകൾ എടുത്തു. അതിന്റെ ഭംഗിയെയും വർണ്ണഭംഗിയെയും പ്രശംസിച്ചു. Hundreds of people had gathered to admire the peacock, taking pictures, clapping, and praising its magnificent, colorful feathers with awe. കൂട്ടം മാറിയ ശേഷം കാക്ക മയിലിനോട്, സുഹൃത്തേ, എല്ലാവരും നിന്നെ ആരാധിക്കുന്നു. തീർച്ചയായും നീ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ പക്ഷിയാകണം. After the crowd left, the crow approached the peacock and said, "Dear peacock, you are admired by everyone. Surely, you must be the happiest bird in the world." മയിൽ ആഴത്തിൽ ഉച്ചവിട്ടു, ഞാൻ ഒരിക്കൽ അങ്ങനെ കരുതി. പക്ഷേ എന്റെ ഭംഗിയുടെ പേരിൽ എന്നെ ഇവിടേക്ക് പൂട്ടിയിരിക്കുന്നു. The peacock sighed deeply and said, "I once believed that too, but because of my beauty, I have been trapped inside this cage forever." എന്റെ പരുന്തുകൾ ആളുകൾ കൊണ്ടുപോകുന്നു, എനിക്ക് സ്വാതന്ത്ര്യമില്ല. ഞാൻ മനസ്സിലാക്കി, ഏറ്റവും സന്തോഷമുള്ള പക്ഷി അതിന്റെ സ്വാതന്ത്ര്യത്തോടെയുള്ളതാണ്. People pluck my feathers to make decorations, and I have lost my freedom. I have realized that the happiest bird is one that is truly free. കാക്ക ഞെട്ടി, എങ്കിൽ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷിയാര്? The crow was shocked to hear this and asked, "If you are not happy, then who do you think is the happiest bird in the world?" മയിൽ അല്പം ആലോചിച്ചു, ഞാൻ ഈ മൃഗശാലയിൽ കണ്ടിരിക്കുന്നു. ഇവിടെ ഒരേ ഒരു പക്ഷി മാത്രമേ സ്വതന്ത്രമായി പറക്കാൻ കഴിയുന്നുള്ളൂ. The peacock thought for a moment and then said, "I have observed the zoo carefully. The only bird that is not trapped is you, my friend." അത് നീ തന്നെയാണ്, സുഹൃത്തേ. ആരും നിന്നെ പിടിക്കാനോ അടക്കാനോ ശ്രമിക്കുന്നില്ല. എനിക്ക് ഒരിക്കൽക്കും കാക്ക ആയിരിക്കാൻ ആഗ്രഹം. No one tries to catch you, and you can fly anywhere you want. I have been wishing that I could be a crow, just like you. കാക്കയുടെ മനസ്സിൽ ഒരു വലിയ തിരിച്ചറിവ് ഉണ്ടായി. ഇതുവരെ മറ്റുള്ളവരെ നോക്കി കുതിച്ചുകൊണ്ടിരുന്ന കാക്ക സ്വന്തമായുള്ള പ്രത്യേകതയെ മനസ്സിലാക്കി. Hearing this, the crow's heart filled with realization. It had spent so much time envying others that it never saw the freedom it already had. ആദ്യം കാക്ക അതിന്റെ സ്വാതന്ത്ര്യത്തിൽ സന്തോഷിച്ചു.
ഇത് സന്യാസിയോട് തിരിച്ചു പറഞ്ഞപ്പോൾ, ഗുരുവേ, ഇനി ഞാൻ മറ്റെവിടെയും പോകാൻ ആഗ്രഹിക്കുന്നില്ല. For the first time, the crow felt happy to be itself. It flew back to the monk and said, "O wise one, I no longer wish to change." സന്യാസി മന്ദഹസിച്ചു, ഇതാണ് ജ്ഞാനം, സുഹൃത്തേ. മറ്റുള്ളവരെ നോക്കി നമ്മുടെ മൂല്യങ്ങൾ മറക്കരുത്. The monk smiled knowingly and said, "That is wisdom, my friend." We often compare ourselves to others and forget to value what we already have. ജീവിതത്തിൽ ആരെങ്കിലും നിങ്ങൾക്കുമേൽ ഒന്നുകൂടിയും കുറവുമേലും ഉണ്ടാവും. യഥാർത്ഥ സന്തോഷം നമ്മൾ എന്താണ് എന്നത് മനസ്സിലാക്കുന്നതിൽ തന്നെയാണ്. In life, there will always be someone who has more or less than you. True happiness comes from appreciating what you have, not from wanting what you don't. കാക്ക തലയൊടിച്ചു, ശാന്തിയോടെയുള്ള മനസ്സോടെ. അതിന്റെ ജീവിതം സന്തോഷത്തോടെയും നന്ദിയോടെയും തുടരുന്നു. The crow nodded, feeling light and free. From that day on, it never wished to be anyone else and lived its life with joy and gratitude. അവസാനം ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി അത് തന്നെയായിരുന്നു. And so, the happiest bird in the world was the one who learned to love being itself. Please don't forget to like and subscribe if you like this video. Thanks for your practice and learning together.